ഇറാന്റെ സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും ഇസ്രയേൽ വകവരുത്തിയത് അമേരിക്കയുടെ GPS സംവിധാനം ഉപയോഗിച്ച്. ഇതോടെ ഇറാൻ പൂർണ്ണമായി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും GPS സംവിധാനം നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും GPS സംവിധാനമാണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗതാഗതം, കൃഷി, മറൈൻ നാവിഗേഷൻ, എയർ നാവിഗേഷൻ എല്ലാം തന്നെ അമേരിക്കൻ നിർമ്മിത GPS ആണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇറാൻ അമേരിക്കയുടെ GPS ഒഴിവാക്കി ഇന്ന് ചൈനയുടെ ബൈഡു നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ഇറാൻ പൂർണ്ണമായി GPS സിഗ്നൽ റിസപ്റ്ററുകൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇറാനിയൻ ഡെപ്യൂട്ടി മിനിസ്റ്റർ പറയുന്നത് ബെയ്ഡു നാവിഗേഷൻ സിസ്റ്റം മോർ അഡ്വാൻസ്ഡ് ആണ് എന്നാണ്. ബെയ്ഡുവിന് കൃത്യത കൂടുതലാണെന്നും ഇത് ചൈനയുടെ അണ്ടറിലാണെന്നതും ഇറാൻ ബെയ്ഡു തിരഞ്ഞെടുക്കാൻ കാരണമായി. എന്നാൽ GPS അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. ശത്രുരാജ്യങ്ങളെ വീഴ്ത്താൻ അമേരിക്ക ഇത് ഉപയോഗിക്കുന്നു. അമേരിക്ക GPS-ൻ്റെ പ്രവർത്തനം തുടക്കം കുറിച്ചത് 1970-കളിലാണ്. 24 ഉപഗ്രഹങ്ങളാണ് അമേരിക്ക വിക്ഷേപിച്ചത്. ലോകത്തിൻ്റെ 98% കവർ ചെയ്യാനും GPS സംവിധാനത്തിന് സാധിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് റെയിൽവേ ഷെഡ്യൂളുകൾ, കടൽ ആകാശമാർഗ യാത്ര, സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ, ഭൂചലനം മോണിറ്റർ ചെയ്യാനും സ്പോട്ട് ഇവൻറ്റുകൾ എല്ലാത്തിനും GPS ഉപയോഗിക്കുന്നു. മിലിറ്ററി ആവശ്യങ്ങളുടെ കൃത്യത ഉപയോഗിക്കുന്ന GPS സംവിധാനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ പൂർണ്ണമായി അപകടപ്പെടുത്താം. അമേരിക്ക തീരുമാനിച്ചാൽ ഒരു പ്രദേശത്തെ GPS സംവിധാനം ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. കൃത്യതയോടെ ലക്ഷ്യം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന മിസൈലുകൾ പോലും ഉപയോഗശൂന്യമാകാം. ഫൈറ്റർ ജെറ്റുകളും വാർഷിപ്പുകളും അടക്കം നാവിഗേഷൻ കംപ്ലീറ്റായി ഓഫായി പെരുവഴിയിലാവാം. അങ്ങനെ സംഭവിച്ചാൽ നിമിഷ നേരം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സൈനിക സംവിധാനം സ്തംഭിച്ചു പോകും. 1993-ൽ ഒരു ചൈനീസ് കപ്പൽ അമേരിക്ക തടയുകയും കെമിക്കൽ കടത്തുകയാണെന്ന് ആരോപിച്ച് സെർച്ച് ചെയ്യുകയും ശേഷം GPS സംവിധാനം ഓഫ് ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് ചൈന സ്വന്തമായി ഒരു നാവിഗേഷൻ സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ തീരുമാനമെടുക്കുന്നത്. 33 ദിവസം ഈ ചൈനീസ് കപ്പൽ കടലിൽ ദിക്ക് തിരിയാതെ പെട്ടുപോയിരുന്നു. ജൂലൈ 2020ഓടെ ചൈന 55ഓളം സാറ്റലൈറ്റുകളുമായി ബെയ്ഡു വിക്ഷേപിച്ചു കഴിഞ്ഞു. ഇസ്രയേൽ ഇറാൻ 12-ഡേ വാറിൻ്റെ സമയത്ത് ഇറാൻ നാവിഗേഷൻ സിസ്റ്റം അമേരിക്ക ഡിസേബിൾ ചെയ്തിരുന്നു. ഡ്രോണുകൾക്ക് മിഡ് എയറിൽ ടാർജറ്റ് നഷ്ടമായി. മിസൈലുകൾ പോലും ടാർജറ്റ് നഷ്ടമായി. സൈനികമായി തിരിച്ചടിക്കാനുള്ള ശേഷി ഇറാന് നഷ്ടമായി. ഇതിന് കാരണമായത് അമേരിക്ക GPS സംവിധാനം ഡിസേബിൾ ചെയ്തതുകൊണ്ടാണ്. യുദ്ധസമയത്ത് കടലിൽ ഉണ്ടായിരുന്ന വാർഷിപ്പുകൾ പോലും GPS സിഗ്നൽ ഇൻട്രപ്ഷൻ ഉണ്ടായി. ഇറാനിയൻ ശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരും ഉപയോഗിച്ചിരുന്നത് മൊബൈൽ ഫോണുകളും കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും GPS സംവിധാനം ഉള്ളവയായിരുന്നു. ഇതുമൂലം റിയൽ ടൈം ഡേറ്റ ഇസ്രയേലിന് ലഭിക്കുകയും ഇവരെ വകവരുത്താൻ സാധിക്കുകയും ചെയ്തു. ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ GPS സംവിധാനം അമേരിക്ക കൃത്യമായി ഉപയോഗിച്ചിരുന്നു. തുടർച്ചയായി ഉണ്ടായ തിരിച്ചടിക്കു കാരണം മനസ്സിലാക്കിയ ഇറാൻ അമേരിക്കൻ നാവിഗേഷൻ സിസ്റ്റം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചൈനയുടെ ബെയ്ഡു സിസ്റ്റം തിരഞ്ഞെടുക്കുകയുമായിരുന്നു.